ഈ കമ്മ്യൂണിസം ഭരിച്ച മിക്ക പ്രദേശങ്ങളും നമ്മൾ കാണുന്നത് ഈ തമിഴ്നാട് പോലെയാണ്. മക്കൾ ഭരണമാണ്, പുതിയ പൊളിറ്റിക്കൽ ഡൈനാസ്റ്റിയാണ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നെഹ്റു കുടുംബം പൊളിറ്റിക്കൽ ഡൈനാസ്റ്റിയാണ്, പക്ഷേ 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ചൈനയിൽ എന്താ അവകാശമുള്ളത്? ധാർമ്മികത തൊട്ട് വേണ്ടിയിട്ടില്ലല്ലോ. ബാക്കി എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഒരു കാര്യം എന്ന് വെച്ചാൽ ധാർമ്മികതയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എന്തെങ്കിലും അർത്ഥത്തിലുള്ള ധാർമ്മികത. ഇതിനതില്ല. കമ്മ്യൂണിസ്റ്റ് അല്ലാതായി കഴിഞ്ഞാൽ അവിടെ BJP കയറുന്നൊരു പേടി ന്യൂനപക്ഷത്തിനുണ്ട്. അപ്പം ചിലപ്പോൾ 5-10 വർഷം കൂടി ഇവർ തിരിച്ചെന്നാൽ കമ്മ്യൂണിസത്തെ കൊണ്ടുവരാം. അമേരിക്കനെക്കാട്ട് റിസർവ്സ് ഉള്ള സ്ഥലമാണ് എന്ത്? റഷ്യ. പക്ഷേ റഷ്യയിലെ ആളുകൾക്ക് ദാരിദ്ര്യം. VS ആണെങ്കിൽ പിണറായി ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഒന്നും ആയിരുന്നില്ല, ഇവരൊക്കെ സോഷ്യൽ ഡെമോക്രാറ്റുകളായിരുന്നു. ഈ സോഷ്യൽ ഡെമോക്രാറ്റുകളാണ് ലെനിൻ പണ്ട് കൗഡ്സ്കി എന്ന് പറഞ്ഞ് കൗഡ്സ്കിയുടെ ആളുകൾ എന്ന് കളിയാക്കിക്കൊണ്ടിരുന്നത്. കേരളത്തിലുള്ള കമ്മ്യൂണിസം അല്ല, ഇത് സോഷ്യൽ ഡെമോക്രസിയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനവും ഇപ്പോഴില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു തുരുത്ത് കേരളമായിരുന്നു. ഒടുവിൽ അതും പ്രതിപക്ഷത്തേക്ക് മാറേണ്ടി വന്നു. ലോക രാജ്യങ്ങളുടെ കാര്യമെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ USSR മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവശേഷിക്കുന്നത് ഇപ്പോൾ വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രം. ചൈനയിലോ ഉത്തര കൊറിയയിലോ ഒക്കെ തന്നെ നമുക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. മറ്റുള്ളവയിടത്തൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തകർന്ന് തരിപ്പണമായി. എന്തുകൊണ്ട് കമ്മ്യൂണിസം തകരുന്നു? കാലഹരണപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണോ അതിന് കാരണം? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട്? ഒന്നും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പ്രകൃതി വിരുദ്ധമാണ്. കമ്മ്യൂണിസം പ്രകൃതി വിരുദ്ധമാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. പ്രകൃതിക്ക് വിരുദ്ധമായ ഒന്നും പ്രകൃതി വെച്ച് വായിക്കില്ല എന്നുള്ളതാണ്. അത് കുറച്ച് കാലം ഇങ്ങനെ പിടിച്ചെടുക്കാനൊക്കെ ശ്രമിക്കും. നമ്മുടെ മൂന്നാറിലെ ആളുകൾ വീടുണ്ടാക്കിയ പോലെ. വീട് 4-5 വർഷം നിൽക്കും, പിന്നെ ഭൂമി ഇടിച്ചു പോകും. അതുപോലെയാണ് കാര്യം. പ്രകൃതി വിരുദ്ധം എന്ന് പറയാം. ഇത് നിങ്ങൾ ഇൻ്റലക്ച്വലായിട്ട് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ മനുഷ്യനെ ഉദ്ദേശമല്ല പറയുന്നത്. അപ്പം കാൾ മാർക്സിനെ പറ്റി പറയുന്ന കാര്യം, കാൾ മാർക്സിന് ഒരിക്കലും അദ്ദേഹം സംസാരിക്കുന്ന മനുഷ്യന്മാരെ പറ്റിയാന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് അദ്ദേഹത്തെ വിമർശകർ പലരും പറയാറുണ്ട്. അപ്പം ഈ വിമർശകർ പലരും പറഞ്ഞ വലിയ കാര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് ഈ വിമർശകരെ നമുക്ക് പരിചയപ്പെടുത്തിയത്. ഈ വിമർശകരെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭയങ്കര പിന്തിരിപ്പന്മാർ, കുലംകുത്തികൾ എന്നൊക്കെയാണ്. അതുകൊണ്ട് ട്രോൾസ്കി അടക്കമുള്ള ആളുകൾ. അതുകൊണ്ട് അവർ പറഞ്ഞ കേട്ടു. ഇവരെന്താണ് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ല. ഇവരാണ് ഇതൊക്കെ പറഞ്ഞത്. പ്രകൃതിക്ക് വിരുദ്ധമാണ്, നടക്കാത്ത കാര്യമാണ്, മനുഷ്യന് വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നത്. അപ്പം അതാണിപ്പോൾ സത്യം. അപ്പോൾ ഇപ്പം ടൈം ടെസ്റ്റായി. ഇത് വന്നിട്ട് 100 വർഷമായി. 100 വർഷം കഴിഞ്ഞപ്പോൾ ഇത് വന്ന സ്ഥലത്തെല്ലാം ഇതൊരു കമ്മ്യൂണിസ്റ്റ് പച്ച പോലെ വന്നു. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോയി. ഇനി നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ചൈനയിൽ ക്യാപിറ്റലിസമാണ്. ക്യാപിറ്റലിസം ആൻഡ് ഫാസിസം ഇൻ ഡിസ്കൈസാണ്. ഇക്കോണമിയിൽ കമ്മ്യൂണിസം ക്യാപിറ്റലിസമാണ്. രാഷ്ട്രീയമായിട്ട് അത് ഫാസിസമാണ്. ഒരു പാർട്ടി, ഒരു നേതാവ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പ്രതിപക്ഷമില്ല. ഉത്തര കൊറിയയിലും ഫാസിസമാണ്. ക്യാപിറ്റലിസം അല്ല, അവിടെ ഫാസിസമാണ്, ഫ്യൂഡലിസമാണ്. ഗവൺമെൻറ് ഫ്യൂഡലിസം, അത്രയേ ഉള്ളൂ. ക്യൂബയിലാണെങ്കിൽ ദാരിദ്ര്യ കഷ്ടപ്പാടെ ഇപ്പം മാറിക്കൊണ്ട് ക്യാപിറ്റലിസത്തിൻ്റെ വഴി പോയിക്കൊണ്ടിരിക്കുക. വേറെ രാജ്യം വിയറ്റ്നാമാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഫാഷൻ ടിവിയുടെ ഒരു ഇതുണ്ട്, ഈറ്റില്ലമായി മാറി. ഫാഷൻ TV ഈറ്റില്ല. അവിടെ ഒരു കപ്പലുണ്ട്. ആ മുതലാളി കുറച്ച് പെണ്ണുങ്ങളെ കൊണ്ട് അവിടെ പോകും. അത് ഇന്ത്യയിൽ വരുന്നതിനുമ്പോൾ പോയത് വിയറ്റ്നാമിൽ ഇടക്കിടക്ക് ഷൂട്ടുണ്ടാവുക അതിൻ്റെ. അപ്പോൾ അവിടെയും ക്യാപിറ്റലിസത്തിൻ്റെ പകുതി സഹമായി പേരിന് കമ്മ്യൂണിസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നോർത്ത് കൊറിയ പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിസം അല്ല, അത് ഇവിടുത്തെ ഫാസിസമാണ്. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, ഇത്തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് രീതി അല്ലെങ്കിൽ ഏകാധിപത്യ ശൈലി അതുതന്നെയല്ലേ ഈ പല രാജ്യത്തും ഇതിൻ്റെ തകർച്ചയിലേക്ക് വഴിവെച്ചത്? നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് റഷ്യ അല്ലെങ്കിൽ USSR, സോവിയറ്റ് യൂണിയൻ, ആ സോവിയറ്റ് യൂണിയനിലെ പല ഭരണാധികാരികളെയും എടുത്ത് നോക്കുമ്പോൾ അവർ ഏകാധിപതികളായി മാറുന്നു എന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അല്ലേ, ഏകാധിപതികളായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഏകാധിപതികളായി മാറുന്നതെന്ന് വെച്ചാൽ അവരെ മുന്നിൽ വന്നൊരു ഗിവൺ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ ഗിവൺ കോണ്ടെക്സ്റ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അതിശക്തമായി ഇതിനെ അടിച്ചമർത്താൻ നോക്കണം. അങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ. ഇതൊരു പുതിയ സാധനം, അത് അങ്ങോട്ടും വന്ന് കയറും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ബലം കൊണ്ട് തന്നെ നേരിടേണ്ടതായിട്ട് വരും. മറ്റു ഓപ്ഷൻ അവരുടെ മുന്നിലില്ല. അങ്ങനെ ബലം കൊണ്ട് നേരിടുമ്പോൾ എന്ത് സംഭവിക്കും? പതുക്കെ ഈ ബലം ഒരു ഹരമായി മാറും. പിന്നെ വ്യാപകമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അകത്തും പുറത്തും നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അകത്തും പുറത്തും ആളുകൾ എതിരാവും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇവരൊക്കെ മനുഷ്യന്മാരാണ്. നിങ്ങൾക്ക്
ഒരു ബെൻസ് കിട്ടാത്ത കാലത്തോളം നിങ്ങൾ ചോദിക്കും ബെൻസിൻ്റെ ആവശ്യം എന്താണ്, സ്വിഫ്റ്റ് പോയത്. ബെൻസ് കയറി നോക്കണം, എന്താ സുഖം. അല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുള്ളൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു രീതി ഇത് തന്നെയല്ലേ? കാരണം അതിന് ധാർമ്മികത തൊട്ട് വേണ്ടിയിട്ടില്ലല്ലോ. ബാക്കി എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും ഒരു കാര്യം എന്ന് വെച്ചാൽ ധാർമ്മികതയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എന്തെങ്കിലും അർത്ഥത്തിലുള്ള ധാർമ്മികത. ഇതിനതില്ല. കാരണം ഇതിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം മാത്രമാണ് പ്രധാനം. ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താണ്? തൊഴിലാളി വർഗ സർവാധിപത്യം എന്നുള്ള ലക്ഷ്യമാണ്. ആ ലക്ഷ്യമാണ് നമ്മളെല്ലാവരുടെ മുന്നിൽ വെച്ച് കൊടുത്തത്. ആ ലക്ഷ്യത്തിലേക്ക് ഏത് മാർഗ്ഗമാവാം. ഹിറ്റ്ലറുമായിട്ട് കൂട്ടുകൂടാം, ഹിറ്റ്ലറുമായിട്ട് അടിയുണ്ടാക്കാം, RSSുമായിട്ട് കൂട്ടുകൂടാം, RSSുമായിട്ട് അടിയുണ്ടാക്കാം, മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടാം. ഒരു ദിവസം കൊണ്ട് മുസ്ലിം ലീഗുകാരെ പിടിച്ച് ജമാഅത്തെ ഇസ്ലാമിയാക്കാം, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങാം, അടുത്ത ദിവസം ജമാഅത്തെ ഇസ്ലാമി വെച്ച് ഭീകരവാദികളാക്കാം. എന്ത് ചെയ്യാം? പിന്നെ ആരെങ്കിലും ഒരു ചായക്കട നടത്തി കഴിഞ്ഞാൽ സമരം നടത്തി പൂട്ടാം, സ്വന്തം മക്കളെ കൊണ്ട് വലിയ ബിസിനസ് ചെയ്യിപ്പിക്കാം. ഇതിനുള്ള സോയ്സ് കാണിക്കേണ്ട ആവശ്യമില്ല. അതെ, ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ കാര്യം വെച്ചിട്ട്, അതായത് PM ശ്രീയെ എതിർക്കുന്നു, പക്ഷേ സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നത് എവിടെയെന്ന് അവർ ചിന്തിക്കും. അല്ല, അവർ മാത്രമല്ല, ഇവിടെയുള്ള ആശയക്കാരെല്ലാവരും മക്കളെവിടെ CBSE സ്കൂൾ, ICSE, അവിടെ ഈ സിലബസ് ഒക്കെ തന്നെ അല്ലേ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സാധാരണക്കാരൻ്റെ മക്കൾ ഇതൊന്നും പഠിച്ചു വരാൻ പാടില്ല. ഇവരുടെ മക്കൾക്ക് എന്തോ ആവാം. ഇവരൊക്കെ പലരും ഗതി, മുസ്ലിം ലീഗിൻ്റെ ഒക്കെ വെച്ച് ബാക്കിയെല്ലാം ഒരു ഗതിയില്ലാത്തവന്മാരാണ്. ഈ ഗതി ഇല്ലാത്തവന്മാരുടെ മക്കൾ ഈ ഹൈ ലെവൽ ഇൻ്റർനാഷണൽ സ്കൂൾ പഠിക്കുക, എങ്ങനെ പഠിക്കുക? എന്താണ് ഇവർ ചോയ്സ്? മനസ്സിലായില്ലേ? അപ്പം ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പം പിന്നെ രാജേഷൊക്കെയുള്ള മക്കളെ, ബലറാമൊക്കെ തോന്നുന്നു മക്കളെ സർക്കാർ സ്കൂളിൽ വിട്ടിട്ടുള്ളത്. അത് ഭാവിയിൽ ആ പിള്ളേർ തന്നെ തിരിച്ചു വയ്ക്കുന്ന അവസ്ഥയുണ്ടാവും. അല്ല, പിള്ളേരല്ലേ ജീവിക്കേണ്ടത്, ഇവരുടെ ലൈഫ് കഴിഞ്ഞല്ലോ. പിള്ളേരുടെ ലൈഫ് ഇവർക്ക് കൂത്താടാനുള്ളതല്ലല്ലോ. അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ എതിർ രാജ്യങ്ങൾ നിങ്ങളെ നിൽക്കാൻ സമ്മതിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സിസ്റ്റം വളർന്നു വന്നാൽ അവർക്ക് പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ മനുഷ്യന്മാരാണ്. അപ്പോൾ മനുഷ്യന്മാരാണ്, നിങ്ങളെല്ലാ പ്രലോഭനങ്ങളും നിങ്ങളുണ്ടാവും. ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ വിപ്ലവത്തിനെ പറ്റിയൊന്നും വലിയ കാര്യമില്ല, തോക്കൻ വെടിയുണ്ടകളെ പൂമാലകളെ പോലെ സ്വീകരിക്കും എന്നൊക്കെ പറയും. അങ്ങനെ കുറേ വെടിയുണ്ട് ചാവും. അങ്ങനെ അവസാനം എന്ത് ചെയ്യും? മറ്റുള്ളവർ സഹിച്ചിട്ട് ഓടിപ്പോവും. ഓടിപ്പോകുമ്പോൾ നിങ്ങൾ അടുത്ത ആളാവും. അപ്പോൾ നിങ്ങൾ അടുത്ത ആളാകുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ പണ്ടത്തെ ഖലീഫ ഉമ്മർ താമസിച്ച പോലെ ഈ ചെറ്റക്കുടിലൊക്കെ താമസിക്കും? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഖലീഫ ഉമ്മറിനെ വെട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പഴയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി താമസിക്കും. അതിന് പേര് മാറ്റും, പാർട്ടി ഹെഡ് ക്വാർട്ടേഴ്സ് എന്നോ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് റവല്യൂഷണറി സ്റ്റേറ്റ് എന്നോ മാറ്റും. പണ്ടേ സംവിധാനം തന്നെ, രാജാവിൻ്റെ അതേ സാധനങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ ഈ പറയുന്ന ക്രൂഡായിട്ടുള്ള ഈ ഇതിൻ്റെ ഫോം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒരു രാജ്യം നോർത്ത് കൊറിയയാണ്. അവിടെ കിം ഇൽ സങ് ഒക്കെ സഞ്ചരിക്കുന്നത് ബെൻസിലാണല്ലോ. പക്ഷേ സാധാരണക്കാരൻ സൈക്കിളിലുമാണ്. അതെന്താ അങ്ങനെ ഒരു കാര്യം? മനസ്സിലായി? കിം ഇൽ സങ്ങിൻ്റെ മക്കളൊക്കെ പഠിക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണല്ലോ. സാധാരണക്കാരൻ മക്കൾക്ക് ബോർഡർ അടക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മനുഷ്യന്മാരാണ്, നിങ്ങൾ ഈ പ്രലോഭനങ്ങളെല്ലാം വീഴും. ഇനി നിങ്ങൾ വീണില്ലെങ്കിൽ നിങ്ങളെ മക്കൾ വീഴും. ഈ രാജ്യത്ത് ഈ പ്രദേശങ്ങളെല്ലാം ഉള്ളത്, ഈ കമ്മ്യൂണിസം ഭരിച്ച മിക്ക പ്രദേശങ്ങളും നമ്മൾ കാണുന്നത് ഈ തമിഴ്നാട് പോലെയാണ്. മക്കൾ ഭരണമാണ്, പുതിയ പൊളിറ്റിക്കൽ ഡൈനാസ്റ്റിയാണ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നെഹ്റു കുടുംബം പൊളിറ്റിക്കൽ ഡൈനാസ്റ്റിയാണ്. പക്ഷേ 5 വർഷം കുടുംബം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ചൈനയിൽ എന്താ അവകാശമുള്ളത്? ചൈനയിൽ ഈ പറയുന്ന പോലെ ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് അല്ലെങ്കിൽ പോലും അധികാരത്തിൽ തിരിച്ചും മറിച്ചും വരുന്നത് CPIനെ കൊണ്ട് വന്നില്ല. പണ്ടത്തെ നേതാക്കന്മാരുടെ മക്കളാണ്. പുതിയ ആരും കയറി വരുന്നില്ല. എല്ലാം പണ്ടത്തെ നേതാക്കന്മാരുടെ മക്കൾ, അവരുടെ ഒരു കോക്കസ്, അവരുടെ ഒരു ഒളിഗാർക്കിയാണ് അവിടെ. നോർത്ത് കൊറിയയിലാണെങ്കിൽ മൂപ്പര കുടുംബത്തിൽ നിന്നേ രക്ഷകൻ വരാൻ പാടുള്ളൂ, കിം ഇൽ സങ്ങിൻ്റെ. അതുപോലെ തന്നെ മറ്റേ ഇവിടെ ക്യൂബയിലാണെങ്കിലും കാസ്ട്രോയുടെ കുടുംബത്തിന് വരാൻ പാടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരൊന്നും തന്നെ കമ്മ്യൂണിസ്റ്റരല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അത് ക്യൂബയിലുള്ള ഫിഡൽ കാസ്ട്രോ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല, ഇവർ സോഷ്യലിസ്റ്റും നാഷണലിസ്റ്റും ആയിരുന്നു. കമ്മ്യൂണിസത്തിൽ ഇവിടെ നാഷണലിസം, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റായിരിക്കും നാഷണലിസം വന്ന മോഡി അധികാരത്തിൽ വന്നപ്പോൾ. അതിന് നാഷണലിസം ഒന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. VS പണ്ട് ബ്ലഡ് കൊടുത്ത് ചൈനീസ് യുദ്ധത്തിൽ പരിക്കേണ്ട ചൈനീസൊക്കെ ബ്ലഡ് കൊടുത്ത് അങ്ങനെ പാർട്ടി നടപടിയെടുത്ത ആളുകളാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ബാക്കി നോർത്ത് കൊറിയയിൽ ഒരു നാഷണലിസ്റ്റ് പാർട്ടിയാണ്, റവല്യൂഷണറി നാഷണലിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടി. ഒരു പ്രത്യേകതരം സോഷ്യലിസ്റ്റമാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. ഇതൊന്നും കമ്മ്യൂണിസം അല്ല. കമ്മ്യൂണിസം എന്നൊരു കൊണ്ടാടുകയാണ്. പിന്നെ ലാറ്റിൻ അമേരിക്കയിലൊക്കെ അടുത്ത് പൂത്തൊലഞ്ഞു വന്ന് ദശാമാനി റിപ്പോർട്ട്, അമേരിക്കയിൽ ചുവന്ന വസന്തം, അമേരിക്ക കത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധനമല്ല. ഞാനപ്പോൾ എൻ്റെ റെസിഡൻ്റ് എടുത്ത എൻ്റെ സുഹൃത്താണ്. ഞാൻ ഇങ്ങനെ വിളിച്ചത്, വേണം അത് ഇങ്ങനെ നല്ല ഇടം, നാളെ നിങ്ങൾ മാറ്റി കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ഇനിമ അതിൻ്റെ ന്യൂസും കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെ പിന്നെ അത് മാറ്റി കിട്ടും. പിന്നെ അത്തമ്മായി ന്യൂസ് വന്നിട്ടില്ല. അത് നാട്ടിൽ തെറ്റിദ്ധരിക്കില്ലേ? പണ്ടത്തെ പോലെ അല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ലാറ്റിൻ അമേരിക്ക മൊത്തം പിന്നെയും പച്ചയായി, ഷോപ്പെല്ലാം പച്ച. ഇപ്പോൾ ചുരുക്കം ചില രാജ്യങ്ങളേ ഉള്ളൂ. അവളെ ഒന്ന് വെനിസ്വേലായിരുന്നു, അമേരിക്ക പിടിച്ചുകൊണ്ടുപോയി, മറ്റുള്ളതൊന്നും ചെയ്തതുമില്ല.
ബാക്കി വന്ന രാജ്യങ്ങളെല്ലാം തന്നെ അഴിമതി ആരോപണം. ലുല, ബ്രസീൽ ഒടുക്കത്തെ അഴിമതി ആരോപണമായിരുന്നു. അതെ, മനസ്സിലായില്ലേ? പിന്നെ മയക്കുമരുന്ന് മാഫിയൊക്കെ ആയിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഇവർ വളരെ അധികാരത്തിൽ വരികയും ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ രണ്ടാമത്തെ കാരണം ഇവരൊക്കെ ബേസിക്കലി മനുഷ്യന്മാരാണ്. പിന്നെ മനുഷ്യൻ്റെ ആയുസ് ഒരു 500 വർഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കമ്മ്യൂണിസം നിന്ന് പോവുകയായിരുന്നു. കാരണം നിങ്ങൾ വരുന്നു, നിങ്ങളിങ്ങനെ പക്വമായി വരുന്നു, നിങ്ങൾ തന്നെ യുവാവായി നിൽക്കുന്നു, നിങ്ങൾ ഭരിക്കുന്നു, നിങ്ങൾക്ക് കുറച്ച് ഈ രാഷ്ട്രീയത്തിൻ്റെ പിന്നെന്താണ് കമ്മിറ്റ്മെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ മക്കളെയൊക്കെ നിങ്ങളിങ്ങനെ ശക്തമായി നിലനിർത്തുന്നു, പക്ഷേ അത് തന്നെ പ്രത്യയശാസ്ത്രമായ പാതയിൽ നയിക്കുന്നു. ഇതല്ലല്ലോ. നിങ്ങൾ 100 വർഷം കഴിഞ്ഞ് മരിക്കും, നിങ്ങൾ മക്കൾക്ക് ഇത് കേട്ടുകേൾവി ആയിരിക്കും. അവരുടെ തലമുറയ്ക്ക് മൊത്തം ഇതിനോട് പുച്ഛായിരിക്കും. റഷ്യയിൽ ആളുകൾ നോക്കുന്ന സമയത്ത് അമേരിക്കയിൽ നിങ്ങൾക്ക് 10-40 ടൈപ്പ് എന്തെടുക്കാം, സോപ്പുകൾ എടുക്കാം. റഷ്യയിൽ 1-2 സോപ്പ് എടുക്കാൻ പറ്റും. അതൊന്നും കൃത്യസമയത്ത് കിട്ടിയല്ല. അമേരിക്കനെക്കാട്ട് റിസർവ്സ് ഉള്ള സ്ഥലമാണ് എന്ത്, റഷ്യ. പക്ഷേ റഷ്യയിലെ ആളുകൾക്ക് ദാരിദ്ര്യം. പിന്നെ അത് സാറിൻ്റെ കാലഘട്ടത്തിൽ 2 യുദ്ധം വന്നതോടുകൂടി സാറ് തകർന്നടിഞ്ഞു. 1-ാം ലോക മഹായുദ്ധത്തോട് സാറ് തകർന്നടിഞ്ഞ സമയത്ത് സാറിൻ്റെ ജനങ്ങൾ അസംതൃപ്തരായിരുന്നു. പിന്നെ അതിശക്തമായ അടിച്ചമർത്തലുണ്ടായിരുന്നു. അത് മുതലെടുത്തുകൊണ്ട് അധികാരത്തിൽ വന്നു, സാറിനെക്കാട്ട് മെച്ചപ്പെട്ട ഭരണം കൊടുത്തു. പക്ഷേ സാറ് ഏതാണ്ട് 10-20 വർഷക്കാലം മരിച്ചിട്ടുണ്ട്. ഇവർ 20 വർഷം മരിക്കുമ്പോഴേക്കും സിസ്റ്റം താഴോട്ട് പോകാൻ തുടങ്ങി. അതെ, തീർച്ചയായിട്ടും നമ്മൾ നോക്കുമ്പോൾ റഷ്യ ലോകം കണ്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും ക്രൂരന്മാരായ ഭരണാധികാരികളിൽ ചിലരൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിൽ ജോസഫ് സ്റ്റാലിൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയാണ്. എത്രയോ ആൾക്കാരെയാണ് കൊന്നൊടുക്കിയത്. ഇവർ പറയുന്നത് ജോസഫ് സ്റ്റാലിൻ കൊന്നൊടുക്കിയ പ്രതിവിപ്ലവകാരികളെന്ന്. ആരാണ് ഈ പ്രതിവിപ്ലവം? ഒന്ന് ട്രോട്സ്കിയാണ്. ട്രോട്സ്കി എന്താ പറഞ്ഞത്, ഇങ്ങനെ പോയാൽ പോരാ, ഒരു ലിബറലായി പോകണമെന്ന് പറഞ്ഞതാണ്. ട്രോട്സ്കി എന്നാണ് ശരിക്കും ലെനിൻ്റെ ഒരു പിൻഗാമിയായി കണ്ടിരുന്നതാണ് പറയപ്പെടുന്നത്. ട്രോട്സ്കി ഈ ലെനിൻ മരിച്ച സമയത്ത് അങ്ങേര് താറാവിനെ വെടിയേക്കാൻ വേണ്ടി വേട്ടയ്ക്ക് പോയിരിക്കുക. തിരിച്ചു വരുമ്പോഴേക്ക് അങ്ങേര് പുറത്തായി. മനസ്സിലായോ? പിന്നെയാണ് ഈ പറയുന്ന സ്റ്റാലിൻ വന്നത്. സ്റ്റാലിൻ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ലാത്തൊരു ആളാണ്, ഒരു മിലിറ്ററി കളക്കാരനാണ്. സ്റ്റാലിൻ വന്ന് സ്റ്റാലിൻ അറിയാവുന്ന പണി സ്റ്റാലിൻ ചെയ്തു, കില്ലിംഗ് ഫീൽഡാക്കി മാറ്റി. ട്രോട്സ്കിൻ്റെ തല അടിച്ച് ഓടിച്ച് മെക്സിക്കോയിൽ പോയി. ഇവിടെ ഉണ്ടായി കുറേ ട്രോട്സ്കിനെയായി. അവർ ബുദ്ധിജീവികളായിരുന്നു. അതായത് വ്യത്യസ്തമായ ആശയങ്ങൾക്ക് ഫ്ലരിഷ് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം വേണമെന്നും അത് ക്യാപിറ്റലിസത്തിൽ ഇല്ലയെന്നും കുറേ മുതലാളിമാരും പത്രക്കാരും ചേർന്നാണ് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നത് കമ്മ്യൂണിസം പറയുന്നത്. എന്നാൽ നിങ്ങളുള്ള സ്ഥലത്ത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തമായ ആശയങ്ങളെങ്കിലും ഫ്ലരിഷ് ചെയ്യാൻ സമ്മതിച്ചില്ല. സ്റ്റാലിൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് എടുത്താലും സംഭവിച്ചില്ല. ഗോർബച്ചേവ് സമ്മതിച്ചവളേക്ക് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകരുകയും ആ രാജ്യം തകർന്ന് തരിപ്പണാകുകയും ചെയ്തു. അപ്പോൾ ഇത് പ്രകൃതി വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഇല്ലാത്തത്. കേരളത്തിൽ തന്നെ നിങ്ങൾ നോക്കും, കേരളത്തിൽ എങ്ങനെയാണ് ഈ കമ്മ്യൂണിസം വന്നത്? ശരിക്കും കോൺഗ്രസ് വന്നു, ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടി, റിഫോർമേഷൻ വന്നു, തിരുവിതാംകൂറിലെ രാജാക്കന്മാരൊക്കെ വിദ്യാഭ്യാസം കൊടുത്തു, ബ്രിട്ടീഷുകാർ പുതിയ വിദ്യാഭ്യാസം കൊണ്ടുവന്നു, കുറച്ച് ആളുകൾ യൂറോപ്പിലൊക്കെ പോയി പഠിച്ചു, കുറച്ച് ഫാക്ടറികൾ വന്നു. യൂറോപ്പിൽ പോയി പഠിച്ചവർ അവിടുത്തെ സിസ്റ്റം കണ്ടവർ ഭയങ്കര ഉത്തേജിതരായി. പിന്നെ റഷ്യയിലൊക്കെ ആ സമയത്ത് വിപ്ലവം നടന്നപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ശക്തമായ സ്വാധീനം ഉണ്ടായി. നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ ശക്തമായ സ്വാധീനം ഉണ്ടായി. നെഹ്റു ഒരു ഫാബിയൻ സോഷ്യലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരോടൊക്കെ പോലും ഇവരോട് ബഹുമാനം വന്നു. അങ്ങനെ ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പതുക്കെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. പിന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി മലബാറിലൊക്കെ കർഷക സംഘമായി മാറ്റി. ആ കർഷക സംഘം എന്ത് ചെയ്തു, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്കി മാറ്റി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്കി മാറ്റിയ തന്നപ്പോൾ ഇവർ എടുത്ത തന്ത്രം തന്നാൽ മൊത്തം അടിച്ചമർത്തേണ്ടതായിരുന്നു. എതിരാളികളെ ക്രൂരമായിട്ട് അടിച്ചമർത്തി. ഇവർ പറയാന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർ ഞങ്ങളെ അടിച്ചമർത്തി എന്നുള്ളതാണ്. ശരി, കോൺഗ്രസ്സുകാർ നിങ്ങളെ അടിച്ചമർത്തി, അപ്പം നിങ്ങൾ തിരിച്ച് അടിച്ചു, മനസ്സിലാക്കാം. അതിൻ്റെ പേരും അത് നിങ്ങളിപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജിൽ കണ്ണൂരും ഒക്കെ എതിരാളികളെ തല്ലിക്കൊല്ലുന്നത് എന്താ പറയാനുള്ളത്? തല്ലി ഒതുക്കുന്നതിന് എന്താ പറയാനുള്ളത്? അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വയലൻസ് ആണ് നിങ്ങളുടെ മീൻസ്. മുമ്പ് സോവിയറ്റ് റഷ്യ താഴ്ന്നതിന് മുമ്പ് ഇത് വിപ്ലവത്തിലെത്തുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. നിങ്ങൾ ഗ്ലോബലൈസേഷൻ എതിർത്ത സമയത്ത് നിങ്ങൾ പറയുന്നത് സത്യസന്ധമാണെന്ന് ഫീൽ ഉണ്ടായി. ഇപ്പം ഗ്ലോബലൈസേഷൻ ഏറ്റവും വലിയ വക്താക്കളായി നിങ്ങൾ പറയും. നാട്ടുകാരുടെ മൊത്തം കമ്പ്യൂട്ടറിന് എതിരാക്കിയിട്ട് നിങ്ങളെ മക്കളെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ വിട്ടിട്ട് പഠിപ്പിച്ചിട്ട് ഏവറേജായ അവരെ പേരിൽ കമ്പനി തുടങ്ങി. നിങ്ങളെ പാർട്ടിക്ക് ഓഫീസ് ഇന്ദിരാഭവൻ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിന് മുമ്പേ കമ്പ്യൂട്ടർ വൽക്കരിച്ചു. നിങ്ങളെ ആളുകളെ കാശും കൊടുത്ത് സൈബർ ലോകത്ത് ഗുണ്ടായുസത്തിന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരെന്ത് മനസ്സിലാക്കണം? മലയാളത്തിൽ നാട്ടുകാരാരായി? ഇതൊക്കെ വിശ്വസിച്ച നാട്ടുകാരാരായി? മലയാളത്തിൽ 2 അക്ഷരത്തിലുള്ള ഒരു പ്രയോഗം ഞാൻ പറയുന്നില്ല. അല്ല, അത് തീർച്ചയായിട്ടും അത് കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിലെ നേതാക്കൾ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് മുന്നോട്ട് പോയിരുന്നു എങ്കിൽ ഇവിടെ ഇത്രയും തകർച്ച നേരിട്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, അത് കോമൺ സെൻസിക്കലല്ല. അത് കേരളത്തിലെ ആളുകൾ ഇവിടെ സംബന്ധിച്ച് ഇവിടെ ഒരു കേരളം മാറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സൊസൈറ്റിയാണ്. ടാബു അറ്റാച്ച്ഡ്. ആദ്യ കാലഘട്ടത്തിൽ ബ്രാഹ്മണിസത്തിൻ്റെ അതിശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു. അത് ഗുരുവൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ബ്രാഹ്മണിസത്തിൻ്റെ അതിശക്തമായ സ്വാധീനം മാറ്റിയെടുത്തത്. അത് കഴിഞ്ഞ് കോൺഗ്രസ്സിന് കുറച്ച് കാലത്തേക്ക് ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കമ്മ്യൂണിസം ചോദ്യം ചെയ്യപ്പെടാത്ത സാധനമായി മാറി. അതിന് പ്രധാനപ്പെട്ട കാരണം റഷ്യ അപ്പോൾ നിൽക്കുന്നുണ്ട്.
കോൺഗ്രസ് റഷ്യയായിട്ട് നല്ല ബന്ധമാണ്. റഷ്യയും കോൺഗ്രസ് തമ്മിലുള്ള ബന്ധത്തിലൂടെ CPIക്കാർക്ക് കൂടെ കുറേ മുഖ്യമന്ത്രി ആയിരിക്കാൻ പറ്റി. മുല്ലപ്പെരിയാർ തമിഴ്നാടിന് എഴുതി കൊടുത്തു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. ഈ തിരുവിതാംകൂർ രാജാവല്ല മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ നമ്മളെ പറ്റിച്ചത്, അച്യുതമേനോനാണ്. മനസ്സിലായില്ലേ? അതെന്തുകൊണ്ടെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അതിന് മൊത്തം അതിനുശേഷം എന്തൊക്കെ ഗുണം CPI കിട്ടിയെന്നൊക്കെ നോക്കിയാൽ മതി, എവിടെ നിന്നൊക്കെ കിട്ടിയെന്നൊക്കെ നോക്കിയാൽ മതി, അപ്പോൾ കാര്യം മനസ്സിലാവും. അത് ശരി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ നടുവിലുണ്ട്. ഓക്കെ. ഒന്നുമില്ലാതെ ലോകത്തൊന്നും സംഭവിക്കില്ല, അതാദ്യം മനസ്സിലാക്കുക പൊളിറ്റിക്സിൽ. അപ്പം ഇങ്ങനെ വന്ന കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതായ വേദവാക്യം, അന്ന് വേറെ പുസ്തകങ്ങളൊന്നും ഇല്ലല്ലോ. ഇവർക്കാണ് എവിടെ ഇൻ്റർനാഷണൽ അവർ പുസ്തകങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വരും. ഇനി സിസ്റ്റം മൊത്തം കമ്മ്യൂണിസത്തിന് അനുകൂലമാണ്. കോൺഗ്രസ്സുകാർ പോലും ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം പോലും രൂപീകരിച്ചുകൊണ്ടിരുന്നത്. ഓമിനാഥ് അപ്പറാണെങ്കിൽ ബിപിൻ ചന്ദ്ര ആണെങ്കിൽ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസും ബുദ്ധിജീവികളായിരുന്നു. അപ്പം ഹിസ്റ്ററിയുടെ കാര്യത്തിൽ അങ്ങനെ എല്ലാ വിഷയങ്ങളും കമ്മ്യൂണിസത്തിനായിരുന്നു മേൽക്കൈ. അപ്പം മറ്റെന്തോ അവിടെ രണ്ടാമതായിപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി വളരെ എളുപ്പം ജോലി കിട്ടും, അഡ്മിഷൻ കിട്ടും, അങ്ങനെയായി. അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ VMS ആണ് എല്ലാം വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ബൽറാമോ വേറൊരു വ്യാഖ്യാനത്തിന് ഇവിടെ ബേസില്ല. കോൺഗ്രസ്സുകാരും ഇപ്പോൾ ഈ AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജ്യത്ത് എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മെൻറ്റാലിറ്റി ആയിരുന്നു AK ആന്റണിക്ക്. ഇന്ദിരാഗാന്ധി ചെയ്തത് ശരിയല്ല, അയമ്മന്ന് അങ്ങനെ എന്തുകൊണ്ട് ഈ രാജ്യം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആന്റണിക്കൊരു ബലാദേവി എന്തുകൊണ്ടാണ് പോയത്? ആ ടീം മൊത്തം കോൺഗ്രസ് വിട്ടുപോയില്ലേ? അപ്പം ശ്രീനിവാസൻ പറയുന്ന പോലെ ഇവിടെ കോൺഗ്രസ്സുകാരെ പോലും കമ്മ്യൂണിസം സ്വാധീനിച്ചു. കമ്മ്യൂണിസത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതിന് കാരണം വെച്ചാൽ ഇവർ കുറേ ധാർമ്മിക മൂല്യമൊക്കെയുള്ള ആളുകളാണ്. കമ്മ്യൂണിസ്റ്റുകളെ കൂടെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യും. പൊതുവേ ഇവർ ജീവിതത്തിൽ എന്താ പറയുക വളരെ സുതാര്യതയ്ക്ക് കാത്തു സൂക്ഷിക്കും. അഴിമതി ആരോപണങ്ങളൊന്നും വരില്ല. പിന്നെ ഇതൊക്കെ കൊണ്ടാണ്. പിന്നെ അപ്പുറത്ത് ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഈ നാട്ടിലെ സകല വികസനത്തിനും അവർ പാരവെക്കും, സമ്മതിക്കില്ല അവർ പ്രതിപക്ഷത്താകുമ്പോൾ. ഇപ്പം എന്താ പിണറായിൻ്റെ ഒരു ഗുണം വെച്ചാൽ ആ ആറ്റിറ്റ്യൂഡ് പിണറായി മാറ്റി എന്നുള്ളതാണ്. ആ ആറ്റിറ്റ്യൂഡ് പിണറായി മാറ്റി എന്നുണ്ടെങ്കിൽ അത് എവിടെ ഈ വണ്ടി ഉടച്ച് നിർത്തണമെന്ന് മൂപ്പർക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ മൂപ്പര് വിചാരിച്ച സ്ഥലത്തേക്ക് തന്നെ മൂപ്പര് വണ്ടി ഓടിച്ച് കയറ്റി. അതപ്പോൾ ഈ പാർട്ടി മൊത്തം അപഹാസ്യരായി. നേതാക്കന്മാരുടെ മക്കളൊക്കെ ഒരു വലിയ ക്യാപിറ്റലിസ്റ്റ് ലോകത്ത് കിടന്നൊരു പച്ചയും കുത്തി പിന്നെ മറ്റേ സാധനം ഉണ്ടല്ലോ ഡാൻസ്, നമ്മൾ പിള്ളേർ കളിക്കുന്നത്, നമ്മളൊക്കെ പണ്ട് കളിച്ച സാധനം, നമ്മളൊക്കെ അല്ലേ തുടങ്ങി വെച്ചത്, DJ ഡാൻസും കളിച്ച് ആഹ്ലാദിക്കുന്നു. നേതാക്കന്മാരുടെ മക്കളെ ഈ പറഞ്ഞ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റാവുന്നു. അങ്ങനെ വന്ന സമയത്ത് ഇവരൊക്കെ സുഖമായിട്ട് കൂളായിട്ട് ഇറങ്ങി പോരുകയും ചെയ്യുന്നു. രണ്ട് രാത്രി വിഭാഗം തന്നെ BSൻ്റെ ക്യാമ്പിൽ നിന്ന് തന്നെ ഈ നേതാക്കന്മാർക്കെതിരെയുള്ള പല സാധനങ്ങളും പുറത്തു വരുന്നു. BSൻ്റെ മകൻ തന്നെ BS സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും തെറ്റായ മാർഗത്തിലൂടെയാണ് ചില പദവികളിലെത്തിയത്. ഇതോടുകൂടി ഇവർ അപഹാസ്യരാവും. ഓക്കെ. അപ്പം മാത്രമല്ല എന്തിനും മുസ്ലിം വലിയ വിപ്ലവം പറയുന്നതൊന്ന് പ്രവൃത്തി ഒന്ന്. കോൺഗ്രസ്സുകാർ അങ്ങനെ ഒന്നുമില്ല. അവന്മാർ പറയുന്നതൊന്ന് പ്രവൃത്തി ഒന്ന്. അവന്മാർ ഉടായ്പൊക്കെ നടത്തുകയും ചെയ്യും. അവന്മാർ വലിയ രീതിയിൽ ഇതിനൊന്നും പ്രവർത്തിക്കാനും പോകുന്നില്ല. പിന്നെ ആളുകളെ കണ്ടാൽ ശരിക്കും ഇവർ പറയുന്ന വലിയ വായിലെ വർത്തമാനം ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ്. അതെ. പിന്നെ ഈ നാട്ടുകാർ ബഹുമാനിച്ചിരുന്ന EMSനെ പോലെ വലിയ കുടുംബത്തിലുള്ള ആളുകളായിരുന്നു ആദ്യത്തെ നേതാക്കന്മാർ. പിണറായിൻ്റെ കാലഘട്ടം അടുത്ത വീട്ടിലെ സാധാ പയ്യന്മാർ നേതാക്കന്മാരായി. ഇവൻ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്പൂരിച്ചൻ പറഞ്ഞാൽ നമ്മൾ കേൾക്കും, പക്ഷെ ഇവൻ പറഞ്ഞത് നമ്മൾ കേൾക്കുന്ന ആളുകൾ ചിന്തിച്ചു. അല്ലെ ഇവൻ്റെ ജീവിതത്തിൽ നമ്പൂരിയുടെ ഡിഗ്നിറ്റി ആൻഡ് എന്തുണ്ടാവണം, ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം. അതുണ്ടായില്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ അടുത്ത വീട്ടിലെ പയ്യൻ നമ്പൂരിച്ചതൊന്നല്ലല്ലോ, അത് നായനാരല്ലല്ലോ. ഇതാണ് പ്രശ്നം. ഇതൊക്കെ ഫാക്ടറാണ്. ഓക്കെ. അപ്പോൾ അത് അങ്ങനെ BSന് എന്തുകൊണ്ട് ആളുകൾ അങ്ങനെ ചിന്തിക്കാത്തത്? BS കുറേയൊക്കെ BSൻ്റെ ജീവിതത്തിൽ ഈ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം അരുൺകുമാറിനെതിരെ കേസ് BS ആണ് അന്വേഷിക്കാം. അതെ. അരുൺകുമാർ BHS ഡയറക്ടർ സ്ഥാനത്ത് മാറ്റി, പിന്നെ തിരിച്ചിരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് BSന് ബഹുമാനം കിട്ടുന്നത്. അതെ, തീർച്ചയായിട്ടും. അല്ലാതെ ഇനി ബൈ ദ വൈ BS ആണ് പിണറായി ആണ് കമ്മ്യൂണിസ്റ്റ് ഒന്നും ആയിരുന്നില്ല. ഇവരൊക്കെ സോഷ്യൽ ഡെമോക്രാറ്റുകളായിരുന്നു. ഈ സോഷ്യൽ ഡെമോക്രാറ്റുകളാണ് ലെനിൻ പണ്ട് കൗഡസ്കി എന്ന് പറഞ്ഞ് കൗഡസ്കിയുടെ ആൾ എന്ന് കളിയാക്കിക്കൊണ്ടിരുന്നത്. കേരളത്തിലുള്ള കമ്മ്യൂണിസം അല്ല, ഇത് സോഷ്യൽ ഡെമോക്രസിയാണ്. ആ സോഷ്യൽ ഡെമോക്രസി കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ആഘോഷിക്കപ്പെടുകയായിരുന്നു. ഇപ്പം നാട്ടുകാരെ മുന്നിൽ ആ തെറ്റിദ്ധാരണ മാറി. അവർക്ക് എന്താണെന്ന് അറിയാം. ഇതിപ്പോൾ ഇത് എത്ര നാളിങ്ങനെ മിന്നി പോകും? മിന്നി പോകാന്ന് വെച്ചാൽ ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ BJPക്കാരുടെയും കോൺഗ്രസ്സുകാരുടെയും കഴിവുകേട് പോലെ ഉണ്ടാവും. ആ കോൺഗ്രസ്സുകാർ സ്ഥിരം ഈ പറഞ്ഞ ഗ്രൂപ്പ് വായിക്കും, ഭരണം മോശം, വലിയ അഴിമതി, വലിയ പ്രശ്നങ്ങളുമായിട്ട് വരികയും BJPക്കാർ ഈ പറയുന്ന പരസ്പരം വെട്ടിക്കൊണ്ട് നിൽക്കുകയും ചെയ്യാണ്. ജനങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ കേരളത്തിൽ ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ പൃഥ്വിരാജിനെ പോലുള്ള ഒരാൾ ഉണ്ടായി വരാനാണ്. പക്ഷേ ഉണ്ടായി വരാൻ എല്ലാവർക്കും പേടിയാണ്. എന്തുകൊണ്ടോ പേടിയാണ്. സാധാരണക്കാർക്ക് വെട്ടിപ്പോകുന്നുള്ള പേടി. പൃഥ്വിരാജിനോ പിന്നെ സമയമില്ല. അതാണ്. അല്ലാതെ സ്വന്തം കഴിവുകൊണ്ടല്ല, മറ്റുള്ളവരുടെ കഴിവുകേടുകൊണ്ട് ചിലപ്പോൾ നിന്നു. ഓക്കെ, അങ്ങനെ ഒരു സാഹചര്യമാണുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഒരു പോക്ക് ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഡിമിനിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. വേറെ ഇവിടെ ഉള്ള ചാൻസ് ഇതാണ്.
കമ്മ്യൂണിസ്റ്റ് അല്ലാതായി കഴിഞ്ഞാൽ അവിടെ BJP കയറുന്നൊരു പേടി ന്യൂനപക്ഷത്തിനുണ്ട്. അപ്പം ചിലപ്പോൾ 5-10 വർഷം കൂടി ഇവർ തിരിച്ചെന്നാൽ കമ്മ്യൂണിസത്തെ കൊണ്ടുവരാം. അതായത് കേരളത്തിൽ BJP കയറുന്നുണ്ടോ, LDF UDF ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? 2014 ഈ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി, 14 മനസ്സിലായി CPM ഇനി CPM തോറ്റു കഴിഞ്ഞാൽ CPM കേരളത്തിൽ ഇല്ലാതാം, BJP പിടിക്കും. അന്നിപ്പോൾ അവർ പിണറായി എനിക്ക് വോട്ട് ചെയ്തു. പിന്നെ അടുത്ത ഇലക്ഷൻ അവർ മറച്ച് കുത്തേണ്ടതായിരുന്നു. കോവിഡ് വന്നതുകൊണ്ട് മുതലാളി ഇമേജ് ഒന്ന് നന്നാക്കി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത്തവണ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. അതല്ല, ഇനി തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ല എന്ന് അവർക്കറിയാം. അപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളെല്ലാം കൂടെ എൻ ബ്ലോക്കായിട്ട് ആർക്ക് കുത്തി, കോൺഗ്രസിന് കുത്തി. അപ്പോൾ ഒരു 5-10 വർഷം കഴിയുമ്പോൾ ഇതേ സിനാരിയോ മാറി സംഭവിക്കും. അങ്ങനെ മാത്രമേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസും അതുപോലെ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്നപ്പോൾ ഇവിടുത്തെ ഈഴവരും നായരൊക്കെ ചോദിക്കും ഞങ്ങളെ കയ്യിൽ നിന്ന് മാങ്ങ വയ്ക്കാൻ പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മ്യൂണിസത്തിൻ്റെ ഒരവസ്ഥ. അത് പ്രകൃതി വിരുദ്ധമാണ് എന്നാണ് ശ്രീ ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഒട്ടേറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്, ഒട്ടേറെ അറിവുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യത്തിലെ കാമ്പ് ഉൾക്കൊള്ളേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ പക്ഷം. ഒരു ലോകക്രമത്തിന് വിരുദ്ധമായ രീതി മുന്നോട്ട് പോകുന്നു. അത് പലയിടത്തും ആദ്യം കുറേ നാൾ പിടിച്ചു നിൽക്കുന്നു, പിന്നീട് ക്രമേണ അത് കൈവിട്ടു പോകുന്നു. പലരും ഒരു ഏകാധിപത്യ ശൈലിയിലേക്ക് പോകുന്നു. അത് ജനങ്ങളെ വെറുപ്പിക്കുന്നു, ജനങ്ങളെ കൊന്നൊടുക്കുന്നു. ലോകത്തെ തന്നെ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഭരണാധികാരികളുടെ പട്ടിക എടുത്തു നോക്കിയാൽ അവിടെയുണ്ടൊരു സ്റ്റാലിനും മറ്റുമൊക്കെ തന്നെ. അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളും നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിലെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ തന്നെയും ആരിഷ്ടപ്പെടും ഈ ഗുണ്ടായിസം? പാർട്ടി ഗുണ്ടായിസം ആർക്കും ഇഷ്ടമല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനിയെങ്കിലും ഒരാൾ തലപ്പത്ത് കയറി ഇരുന്നു കൊണ്ട് ഏകാധിപത്യ ശൈലിയിൽ നയിക്കുന്നു, അതേ ശൈലി പിന്തുടർന്ന അണികൾ താഴെ തട്ട് വരെ ഉണ്ടാകുമ്പോൾ ജനങ്ങളാരാ? അവരുടെ അടിയാളന്മാരാണോ എന്നുള്ളതാണ്. ഈ അടിമത്തത്തിൽ നിന്നൊക്കെ തന്നെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ സംഘടനയാണല്ലോ, അങ്ങനെയാണല്ലോ വൈപ്പ്. ആ ഒരു സംഘടന അത്തരത്തിലൊരു അടിമത്വം വീണ്ടും സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ജനം പുറംകാലുകൊണ്ട് തട്ടി ദൂരേക്കെറിയും. ഈ പാഠം ലോകത്ത് പലയിടങ്ങളിലായി നമുക്ക് കാണാൻ കഴിഞ്ഞു. ഉൾക്കൊള്ളാൻ പക്ഷേ പിന്നീട് പലയിടത്തും അധികാരത്തിലിരുന്നവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഇപ്പോൾ നമുക്ക് ലോകത്തിലെല്ലായിടത്തും ബോധ്യമായി കൊണ്ടുമിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്നിരുന്ന ഒരേ ഒരു തുരുത്ത് ഇപ്പോൾ അവിടെയും അവരെ കൈവിട്ടിരിക്കുന്നു, നമ്മുടെ കൊച്ചു കേരളത്തിൽ. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.